ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ കർണാടക സ്വദേശിയായിട്ടുള്ള ഒരു സ്ത്രീയെ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിലെ ഒരു പൂജാരി വിളിച്ചു വരുത്തി ഹോട്ടൽ റൂമിൽ വെച്ച് പീഡനത്തിന് വിധേയയാക്കി എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു. ഇതിനെ തുടർന്ന് കുറേ അധികം ആളുകൾ ഇദ്ദേഹം നിരപരാധിയാണ്, അങ്ങനെ ചെയ്യുന്ന ആളല്ല, സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ ആരോ ഇയാളെ കുടുക്കിയതാണ്, അല്ല ആ സ്ത്രീ മോശമാണ്, അവർ ഹണി ട്രാപ്പിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിയതാണ്, ഹണി ട്രാപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നതൊക്കെ കണ്ടു. ഇയാളെ കുറ്റം പറഞ്ഞുകൊണ്ടും ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇയാൾ ചെയ്തത് തെറ്റാണ്, പൂജയുടെ പേരിൽ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന തരത്തിൽ. നമുക്കൊക്കെ അറിയാലോ, ഗോപൻ സ്വാമി സമാധിയായ സമയത്ത് ആ കുടുംബത്തെ ഒന്നാകെ വലിച്ചഴച്ച് അവരെ ഇനി പറയാനൊരു മര്യാദകേട് ഉണ്ടായിരുന്നില്ല അല്ലേ. അവരൊന്നും ചെയ്തിട്ടില്ല, നിരപരാധികളായിട്ടുള്ള ആളുകളെ, എന്നിട്ട് പോലും അവരെ അനാവശ്യം പറയാത്തവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അവരെ ജീവിക്കാൻ സമ്മതിക്കാത്ത തരത്തിൽ വീഡിയോ ചെയ്ത് അപമാനിച്ചുകൊണ്ടിരുന്നു ഓരോരുത്തരെ. അന്ന് ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഇതുപോലെ പരസ്യം ചെയ്ത് ആളുകളെ വിളിച്ചു വരുത്തി ഒരുപാട് പൈസ വാങ്ങിയിട്ട് പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങൾ, പ്രൈവറ്റ് അമ്പലം എന്ന് തന്നെയാണ് പറയേണ്ടത്, ഇതിന് പ്രൈവറ്റ് അമ്പലം എന്നാണ് പറയേണ്ടത്. ഇങ്ങനെ പൈസ വാങ്ങി വലിയ വലിയ സെലിബ്രിറ്റികളെയൊക്കെ പൈസ കൊടുത്ത് കൊണ്ടുവന്നിട്ട് അവർ സ്വർണം കൊണ്ട് വന്നത് കണ്ടോ, മറ്റൊരു ഇത് കൊണ്ട് വന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെയും ഒക്കെ പരസ്യം ചെയ്ത് ഭക്തരെ ആകർഷിച്ച് അവരുടെ വിശ്വാസത്തെ മുതലെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ക്ഷേത്രമാണ് ഈ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്ന് അന്നേ ഞാൻ പറഞ്ഞതാണ്. ക്ഷേത്രത്തിന്റെ പേരൊന്നും പറഞ്ഞില്ലെങ്കിലും തുടർച്ചയായിട്ട് ഈ ഗോപൻ സ്വാമിയുടെ വീഡിയോ ചെയ്ത് ആ കുടുംബത്തെ അപമാനിക്കുന്നത് കണ്ടപ്പോൾ, പല ആളുകളും അങ്ങനെ അപമാനിക്കുന്നത് കണ്ടപ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അന്ന് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കാരണം ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഒരാളും വിമർശനം ഉന്നയിക്കുകയും ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളെ കുറിച്ച് ആരും സംസാരിക്കുകയും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പല സ്ഥലത്തും പല മതവിശ്വാസികളുടെ ഇടയിലും ഇതുപോലെ പണം തട്ടിക്കാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള നുണക്കഥകളും പ്രചരിപ്പിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇന്ന സംഭവം ചെയ്തു കഴിഞ്ഞാൽ ഇന്നതുണ്ടാവും എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകളെ അങ്ങോട്ട് അവരുടെ അവസ്ഥയെ മുതലെടുത്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന ആരാധനാലയങ്ങളുണ്ട്. അത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ അങ്ങനെയൊന്നുമില്ല, അങ്ങനത്തെ ഒരുപാട് ആരാധനാലയങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചൊന്നും ആർക്കും ആർജവത്തോടെ സംസാരിക്കാനുള്ള ധൈര്യമില്ല. കാരണം അവരെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേസും പൊല്ലാപ്പൊക്കെ ആവും, പിന്നാലെ കുറേ പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷെ ഗോപൻ സ്വാമിയെ പോലെ അവരുടെ കുടുംബത്തെ പോലെയുള്ള പാവങ്ങൾ, അപ്പാവികളായിട്ടുള്ള ആളുകളാകുമ്പോൾ അവരുടെ മേൽ ആർക്കും കുതിര കയറാം, അവരെ എന്തും പറയാം, എന്ത് തോന്നിയാസവും പറയാം, അവരെ സമൂഹ മധ്യത്തിൽ അപമാനിക്കാം. എത്ര പാവങ്ങളായാലും നിരപരാധികളായാലും അവരെ വിറ്റ് ഞങ്ങൾ ജീവിച്ചോളാം എന്നുള്ളൊരു ലൈനായിരുന്നു കുറേ അധികം ആളുകൾക്ക്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇതുപോലെ എൻ്റെ ഒരു ബന്ധുവിന് അവിടെ ഈ പെരിങ്ങോട്ടുകരയിൽ ചെന്നിട്ട് ഒരു അനുഭവം ഉണ്ടായി. ഞാൻ ക്ഷേത്രത്തിന്റെ പേരൊന്നും പറയാതെയാണ് പറഞ്ഞത്. കാരണം നമ്മളായിട്ട് ഒരു ക്ഷേത്രത്തിനെ തകർക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ മോശം ചീത്തപ്പേരുണ്ടാക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ തന്നെയാണ് ചെന്നിട്ട് 41,000 രൂപയാണ് അവർ പൂജയ്ക്ക് ഈടാക്കിയത്. അവർക്കൊരു പ്രശ്നപരിഹാരത്തിന് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ഇവരെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുപോയതാണ്. ക്യാൻവാസിങ്ങിന് ഒരുപാട് ആളുകളുണ്ട്. അവർ താമസിക്കുന്ന ആന്ധ്രാപ്രദേശിലാണ്. ഏറ്റവും രസത, താമസിക്കുന്ന ആന്ധ്രാപ്രദേശിലാണ്. നമ്മൾ ഈ കേരളത്തിൽ താമസിക്കുന്നവർക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ അതർ സ്റ്റേറ്റിലുള്ള ആളുകൾക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാം. അതിന് പ്രധാന കാരണം ഇവരുടെ ഏജന്റുമാര് ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയകളൊക്കെ പരമാവധി യൂസ് ചെയ്ത് ഇവർ പരസ്യം കൊടുക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പൂജകൾ ചെയ്ത് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കും, നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവും, നിങ്ങളുടെ സർവ്വ ദുഃഖങ്ങളും അകലും, അതിന് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും എന്ന് പറഞ്ഞ് പരസ്യം ചെയ്യാണ്. വലിയ വലിയ സെലിബ്രിറ്റികളെ കൊണ്ടുവന്നിട്ടാണ് പരസ്യം ചെയ്യുന്നത്. അപ്പോൾ പാവങ്ങളായിട്ടുള്ള ആളുകൾ വിചാരിക്കും, ഇത്ര വലിയ സെലിബ്രിറ്റികൾ വരെ ഇവിടെ ചെന്ന് ഇയാളുടെ മുന്നിൽ താണ് വണങ്ങി നിന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊക്കെ ഇത്ര ഉയർച്ച ഉണ്ടായത് ഇതുകൊണ്ട് തന്നെ ആയിരിക്കണം, ഇവിടെയൊക്കെ ചെന്നിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ പൂജ നടത്തിയിട്ടായിരിക്കണം എന്ന ചിന്തയിൽ പാവങ്ങൾ ഓടിപ്പിടിച്ച് ഇല്ലാത്ത കാശ് ഉണ്ടാക്കി കൊണ്ടുവന്ന് പൂജ നടത്തുകയാണ്. എന്നിട്ട് എൻ്റെ ബന്ധുവിന് ഈ 41,000 രൂപ പൂജയ്ക്കുള്ള ചെലവ് മാത്രം കേട്ടോ, പിന്നീട് അഡീഷണൽ ചെലവുകൾ, അവിടെ എക്സ്ട്രാ വഴിപാടുകൾ, മറ്റ് ചെലവുകൾ ഒക്കെ കൂടി, പിന്നെ അവരുടെ യാത്രാ ചെലവുകൾ, ഇടയ്ക്കിടയ്ക്ക് ഉള്ള വരവ് പോക്ക്, ഹോട്ടലിലുള്ള താമസം എല്ലാം കൂടി ആയപ്പോൾ തന്നെ അവർക്ക് എങ്ങനെയായാലും 1,00,000 രൂപയുടെ അടുത്തായി എന്ന് വേണം കരുതാൻ. കാരണം ഈ പൂജ നടക്കുന്ന സമയങ്ങളിലൊക്കെ ഇടവേളകളിലൊക്കെ വന്ന് ഉള്ള പ്രാർത്ഥനയും മറ്റു വഴിപാടുകളും ഒക്കെ ആയിട്ട് 1,00,000 രൂപയോളം ഇതിന് മാത്രമായി ചെലവായി എന്നുള്ളതാണ്. എന്നിട്ട് അവരുടെ കാര്യങ്ങളൊന്നും നടന്നില്ല, പൈസ മുഴുവൻ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അന്ന് ഞാൻ ഈ ഗോപൻ സ്വാമിയുടെ വിഷയം നടക്കുമ്പോൾ പറഞ്ഞിരുന്നു,
പക്ഷേ ഒരാൾ പോലും ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് നേരെ പ്രതികരിക്കുക ഒന്നും ചെയ്തതായിട്ട് കണ്ടില്ല. പാവങ്ങളെ മാത്രം വിറ്റ് ജീവിക്കാനേ കുറെ അധികം ആളുകൾ പഠിച്ചിട്ടുള്ളൂ. അത് ഘോരം വായിട്ടരച്ച് പാവങ്ങളെ വയറ്റത്തടിച്ചിട്ട് തനിക്ക് വയറ്റപ്പഴപ്പ് ഉണ്ടാക്കണം എന്നുള്ള ഒരു ലൈനാണ് മിക്ക വീഡിയോ ചെയ്യുന്ന ആളുകൾക്കെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം അതാ സത്യം വെളിയിൽ വന്നിരിക്കുകയാണ്. കുറേ അധികം ആളുകൾ പറയുന്നുണ്ട് ഇവര് ഏട്ടനനിയന്മാർ തമ്മിലുള്ള സ്വത്ത് തർക്കത്തിന്റെ പേരിൽ ഈ ക്ഷേത്രം ഉണ്ടല്ലോ വളരെ പെട്ടെന്നാണല്ലോ ഇത്രയധികം സാമ്പത്തിക സ്ഥിതി കൈവരിച്ചത്. ഒരുപാട് പൈസ അവിടെ വന്ന് കൂടുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ നിന്ന് കണ്ടമാനം പൈസ വന്ന് കൂടുന്നു. ഒരു ക്ഷേത്രത്തില് ഇത്രയധികം പൂജകളും വഴിപാടുകളൊക്കെ ഇത്ര അധികം ആയിരക്കണക്കിന് രൂപ കൊടുത്ത് ചെയ്യേണ്ട കാര്യം എന്താണ്? ഭഗവാൻ ഇത്രയധികം പൈസ വേണോ? ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. കാരണം നമ്മുടെ പ്രാർത്ഥന എന്ത് തന്നെയായാലും അത് ഭഗവാന് മുന്നിൽ സമർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ പൈസ കൊടുത്ത് പൂജ നടത്തി ഭഗവാനെ പ്രീതിപ്പെടുത്തണമെന്ന് എവിടെ ആരും പറയുന്നില്ല അല്ലെ. സാധാരണ അമ്പലങ്ങളിലൊന്നും ഇത്രയധികം പൈസ ഒന്നും ഒരു പൂജയ്ക്കും ചാർജ് ചെയ്യാറില്ല. പിന്നെ ഹോട്ടലിൽ വെച്ച് നടത്തുന്ന പൂജ ഏതാണെന്ന് ഇയാളൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. കാരണം ഇയാളെ ന്യായീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സ്വത്ത് തർക്കത്തിന്റെ പേരിലാണെന്നൊക്കെ. നമ്മൾ ആ വോയിസ് ഒക്കെ കേട്ടതാണല്ലേ, ആ സ്ത്രീയെ വിളിക്കുന്നതും അവർ തമ്മിലുള്ള സംഭാഷണങ്ങളും ഒക്കെ കേട്ടതാണ്. എത്രയൊക്കെ നല്ലവനാണെങ്കിലും ഒരു സ്ത്രീ താമസിക്കുന്ന ഹോട്ടലിൽ നിങ്ങൾ ഒറ്റയ്ക്കേ പാടുള്ളൂ, ഞാൻ അവിടെ വരുമ്പോ എന്ന് പറയണമെങ്കിൽ അവന്റെ ഉദ്ദേശം ദുരുദ്ദേശം തന്നെയായിരിക്കും. അല്ലാതെ നല്ല ഉദ്ദേശമുള്ളവൻ ഒരു സ്ത്രീയോട് നിങ്ങൾ ഒറ്റയ്ക്കേ പാടുള്ളൂ, നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുടെ കൂടെ പാടില്ല എന്ന് പറയില്ലല്ലോ. അപ്പോൾ ന്യായീകരിച്ചു കൊണ്ടുവരുന്നവർക്ക് ശരി, ഇനി ഇയാളെ പെടുത്തിയ തന്നെയാണെന്നിരിക്കട്ടെ, അയാളും അതിന് നിന്നു കൊടുത്തിട്ട് തന്നെയല്ലേ. ഈ സ്ത്രീയെ കുറ്റം പറയുന്നുണ്ട് കുറെ ആളുകൾ. പക്ഷേ ആ സ്ത്രീയെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. അവരുടെ അവസ്ഥയാണ്. അവർ വളരെ മോശം ഒരു അവസ്ഥയിൽ നിന്ന് ഈ പൂജാരി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടുമല്ലോ, ആ അവസ്ഥ മാറി കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് കയ്യിലുള്ള പണവും മുടക്കി ഇത്രയും ദൂരെ വന്ന് ഇവർ ഈ പൂജ നടത്താൻ തീരുമാനിച്ചത്. ഇങ്ങനൊരു കെണിയിലേക്കാണ് വരുന്നതെന്ന് അവർ ധരിച്ചിട്ടുണ്ടാവില്ല. പൂജാരിയല്ലേ, അയാൾക്ക് എന്തെങ്കിലും കാര്യമായി പറയാനുണ്ടാവും എന്നൊക്കെ കരുതി കാണണം. പിന്നീട് കാര്യം മനസ്സിലായി വന്നപ്പോഴത്തേക്ക് അവർ പെട്ടുപോയി. പിന്നെ അവർ എന്ത് ചെയ്യും? എന്നാലും ധൈര്യപൂർവ്വം ഇതൊക്കെ വെളിയിൽ കൊണ്ടുവന്നല്ലോ. തനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി എന്നുള്ളത് അവർ കൊണ്ടുവന്നല്ലോ. ഇനി ഒരു സ്ത്രീക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ അവരൊരു കാരണക്കാരിയായി. കാരണം അവരനുഭവിച്ചതൊക്കെ അവർ മറച്ചു വെച്ച് മിണ്ടാതെ പോവുമായിരുന്നു. എനിക്ക് എന്തായാലും അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു, ഇനി ഞാനിതിനൊന്നും ഇല്ല എന്ന് പറഞ്ഞവർ മിണ്ടാതെ തിരിച്ചു പോകുമായിരുന്നെങ്കിൽ ഇത് ആരും അറിയില്ലായിരുന്നു. വീണ്ടും ഒരു സ്ത്രീ പോയി പെടുമായിരുന്നു അല്ലേ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ. എന്ത് തന്നെയാലും അവരെ സമ്മതിക്കണം. അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരിത് പുറത്ത് കൊണ്ടുവരാനുള്ള മനസ്സ് കാണിച്ചല്ലോ അവരനുഭവിച്ചത്. അത് തന്നെ മറ്റൊരു സ്ത്രീക്ക് രക്ഷയായി മാറി. ഈ ന്യായീകരണം പറയുന്ന ആളുകളെ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ക്ഷേത്രത്തിൽ നടക്കേണ്ട പൂജ ഹോട്ടലിൽ നടത്തേണ്ട കാര്യം എന്താണ്? ക്ഷേത്രപൂജാരിക്ക് ഒരു പരിധിയിൽ കൂടുതൽ അവിടെ തൊഴാൻ വരുന്ന ഭക്തരോട് കോണ്ടാക്ട് വെക്കേണ്ട കാര്യമില്ല. അവരെ ആവശ്യങ്ങൾ വന്ന് ക്ഷേത്രത്തിൽ വന്ന് പറയുന്നു, അതിനനുസരിച്ച് പരിഹാര കർമ്മങ്ങൾ നിർദ്ദേശിക്കുന്നു, അത് ചെയ്യുന്നു, അവർ പോകുന്നു. അവരുമായിട്ട് റിലേഷൻ വെക്കണോ കോണ്ടാക്ട് വെക്കണമെന്ന് എവിടെയും പറയുന്നില്ല. ക്ഷേത്രമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ക്ഷേത്രത്തിൽ അവസാനിക്കണം അല്ലേ, അത് പുറത്തേക്ക് കൊണ്ടുവരും. അപ്പൊ അതിനൊക്കെ എന്തൊക്കെയോ ദുരുദ്ദേശം ഉണ്ടെന്നുള്ള സത്യം. പിന്നെ ഈ സ്വത്ത് വർദ്ധിച്ചതോട് കൂടിയിട്ടാണ് ഈ ജ്യേഷ്ഠാനിയന്മാരുടെ ഇടയിൽ സ്വത്ത് തർക്കം കാര്യമായിട്ടുണ്ടായത്. അതിന്റെ പേരിൽ ഇവർ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ദൈവത്തിനെ വിറ്റ് ജീവിക്കുകയാണ്, എന്നിട്ട് അതിന്റെ പേരിൽ അടി. ഇതൊന്നും ഇവിടെ വീഡിയോ ചെയ്ത് പറയാനോ ഇതിനെതിരെ സംസാരിക്കാനോ ഒന്നും ഒരാൾ തയ്യാറല്ല. ദൈവത്തെ വിറ്റ് ജീവിക്കുന്നത് അത് ഏത് മതസ്ഥരാണെങ്കിലും സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല അല്ലേ. നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള കെണിയിലൊക്കെ ചെന്ന് വീഴുക. കാരണം നമ്മൾ പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. അപ്പൊ ഈ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്യാൻ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഇവർ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മൾ കടം വാങ്ങിയിട്ട് ആദ്യമേ കടത്തിൽ നിൽക്കുന്ന ആളുകളായിരിക്കും. വീണ്ടും കടം വാങ്ങിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്ഥലത്തൊക്കെ ചെന്നിട്ട് ഇവരുടെ കെണിയിലൊക്കെ കൊടുക്കുന്നത്. മാനവും പോവും പണവും പോകും എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ വന്ന് ചേർന്നിരിക്കുന്നത് അല്ലേ. ആ സ്ത്രീ എത്ര മാത്രം പൈസ ഇതിനു വേണ്ടി ചെലവാക്കിയിട്ടുണ്ടാവും, എന്നിട്ടോ അവരുടെ മാനവും പോയി എന്നുള്ളതാണ്. എൻ്റെ ബന്ധുക്കൾ പല ആൾക്കാരും ഇതുപോലെ പ്രശ്ന പരിഹാരത്തിനായിട്ടും പല പൂജയ്ക്കായിട്ടും ഒക്കെ അവിടെ ചെന്നിട്ടുണ്ട്. ഒരുപാട് പൈസ അവരുടെ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ പറയായിരുന്നു ഇത്രയധികം പൈസ വാങ്ങി നടത്തുന്ന പൂജയോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. കാരണം അതിനോട് യോജിക്കാനും കഴിയില്ല. ഇവരുടെ ഈ പരസ്യം തന്നെയാണ് എന്നെ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്. ഇവർ ഈ യൂട്യൂബിലൊക്കെ കൊടുക്കുന്ന പരസ്യം കണ്ടാൽ തന്നെ അറിയപ്പോൾ അവസാനമായിട്ട് വേടൻ വരെ അവിടെ ചെന്ന് തലകുമ്പിട്ടുന്ന അനുഗ്രഹം വാങ്ങുന്ന ഒരു സീൻ. ലക്ഷക്കണക്കിന് രൂപ, ഒരാൾക്ക് 2 ലക്ഷം രൂപയോ മറ്റോ കൊടുത്തിട്ട് അത്ര സെലിബ്രിറ്റീസിനെ അവിടെ കൊണ്ടുവരുന്നത് ഈ പരസ്യത്തിന് വേണ്ടി. എന്നിട്ട് ഈ പൈസ എല്ലാം സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് പിഴിയാണ് പൂജയുടെ പേരും പറഞ്ഞിട്ട്. വേടനൊക്കെ 2 ലക്ഷം രൂപ കൊടുത്ത് കൊണ്ടുവന്നാൽ വേടന ആ പൈസ വാങ്ങി പോക്കറ്റിലിട്ട് പോകും. എന്നിട്ട് അവിടെ പോയി തലകുനിച്ച് നിന്ന് കൊടുക്കും. കാരണം 2 ലക്ഷം രൂപയ്ക്കൊന്ന് തലകുനിച്ച് നിന്ന് കൊടുത്താൽ മതിയല്ലോ. പക്ഷേ ഈ ഒരു വീഡിയോ വെച്ചിട്ട് എത്ര പേരുടെ നിന്നാണ് ഇവർ പൈസ സമ്പാദിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഈ സെലിബ്രിറ്റികളൊക്കെ ഇതിന് കൂട്ടു നിൽക്കുമ്പോഴോ ഇത്തരത്തിലുള്ള തട്ടിപ്പിന് കൂട്ടു നിൽക്കുമ്പോഴോ ആദ്യം അവരെയും കൂടി പറയണ്ടേ. ഇതൊന്നും ആരും എവിടെയും
എവിടെയും പറഞ്ഞു കാണുന്നില്ല. വളരെ സില്ലി ആയിട്ടുള്ള പാവങ്ങളായിട്ടുള്ള കുറേ ആളുകൾ എന്തെങ്കിലും അബദ്ധവശാൽ ചെയ്താൽ അതിൻ്റെ പുറകെ കൂടി അവരെ കൊല്ലാക്കൊല ചെയ്യാനേ അധികം യൂട്യൂബേഴ്സ് ശ്രമിക്കുന്നുള്ളൂ എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ.